അപ്പോൾ പ്ലിങ് എപ്പിസോഡിന്റെ 2ാം ഭാഗം. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങളത് വീടിന്റെ ഉള്ളിൽ വെച്ച് അങ്ങ് തീർത്തു. അപ്പോൾ ഈ എപ്പിസോഡിന്റെ പേരാണ് പട്ടി ഷോ. ഏതാണ്ട് നമ്മള് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വണ്ടി എടുത്ത് അങ്ങനെ ഇറങ്ങി. വെളുപ്പിന് ഒരു 4 മണി കഴിയുമ്പോൾ എങ്ങടാണെന്നും തീരുമാനിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ പാലക്കാട് എത്തി. ഒരാൾ കിടന്ന് ഉറങ്ങണ ചായ കുടിക്കാൻ നിർത്തിയതാ. എങ്ങടാണെന്ന് അറിയില്ല. ഒരു അന്തവും കൊന്തവും ഇല്ലാത്ത പോക്കായിരിക്കും. എപ്പിസോഡിന്റെ പേര് മറക്കണ്ട, പട്ടി ഷോ. ചായ കുടിക്കുന്ന ജീപ്പിന്റെ ഉള്ളിലാണ്. ഓ, ജീപ്പിന്റെ നമ്പർ MGR ആണല്ലേ. കുഞ്ച വയല് കൊയ്യാൻ പോണവളേ. അപ്പൊ ഞങ്ങളിങ്ങനെ പോയി നടന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വഴിക്ക് പൊള്ളാച്ചി എത്തിയിട്ടില്ല. കൊല്ലക്കോട് എത്തുന്നതിന് മുമ്പ് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കണ്ടു. എന്നുണ്ട് തമിഴ്നാട് വൈബ്. തമിഴ്നാട്ടിലേക്ക് എത്താറായി ആയിട്ടില്ല, ബോർഡർ കഴിഞ്ഞല്ലോ. ഇല്ല, കൊല്ലം കൂടെ ആയിട്ടുള്ളൂ നമ്മള്. എന്നുണ്ട് സാമ്പാർ ചളി 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 നല്ല ചളി. ഗൈസ്, അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുന്നു. കൊല്ലംകോടാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ബ്രാഹ്മിൻസ് ഫുഡ്, നല്ല ഫുഡാണ്, കേട്ടിട്ടുണ്ട്. പോയി കഴിച്ചു നോക്കാം. നമ്മളിവിടെ വന്നപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഷൂട്ടിന് വരുമ്പോൾ കൊല്ലംകോട് ഭാഗത്ത് താമസിക്കുമ്പോൾ അങ്ങനെ ഇവിടുത്തെ ഫുഡുകൾ ഭയങ്കര രസമാണ്. വടകറി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണുള്ളതെന്ന് അറിഞ്ഞൂടാ, കാലഘട്ടമൊക്കെ മാറിപ്പോയി. ഇപ്പോൾ ചിലപ്പോൾ ട്രഡീഷണൽ ഫുഡിൻ്റെ റേഞ്ചൊക്കെ മാറിയിട്ടുണ്ടാവും, ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്പെഷ്യലായിരിക്കുന്നു. അവിടെ ഇലയിലാണ് ഫുഡ്. 3 ഇഡ്ഡലി ആദ്യം വെച്ചാൽ മതി. നാട്ടിൻപുറത്തെ ഫുഡ് കുറച്ച് നൈസായിരിക്കും. ഇപ്പോൾ സിറ്റിയിൽ നിന്ന് കഴിച്ച് മടുത്തവർക്ക് ഒരു വെറൈറ്റി ആയിരിക്കും. കണ്ടോ, കഴിച്ചിട്ട് വരാം. ചാപ്റ്റ് മുറിച്ചിട്ടേൽ നല്ല അരഞ്ഞിച്ച് ബ്രാഹ്മിൻസ് വെജിറ്റേറിയൻ. വി റെക്കമെൻഡ് ദ ഷോപ്പ്. നല്ല നാടൻ ബ്രാഹ്മിൻസ് ഫുഡ്, നല്ല അടിപൊളി ടേസ്റ്റുള്ള ചട്നി, ചമ്മന്തി, പിന്നെ പുരി മസാല, പിന്നെ ഞങ്ങൾ കടലക്കറി വാങ്ങിച്ചിട്ടോ. അത് ഒരു രസമാണ്. നമ്മൾ എറണാകുളത്തുകാർക്ക് അതൊരു പുതുമയായിരിക്കും. പാലക്കാടുകാർക്ക് ചിലപ്പോൾ അത് ഞാൻ ഈ പറയുന്ന കാര്യം ചിലപ്പോൾ എത്രമാത്രം കമ്മ്യൂണിക്കേറ്റ് ആവുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേടാ. അപ്പോൾ നമ്മൾ അങ്ങ് മൂവിയാണ്. അടുത്ത് എവിടെ നിർത്തും എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷേ പാർട്ടി ഷോ തുടരും. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ തമിഴ്നാട് കേരള ബോർഡറാണ്. അതായത് ഒരു പാലത്തിന്റെ അപ്പുറത്ത് കേരളം, ഒരു പാലത്തിന്റെ ഇപ്പുറത്ത് തമിഴ്നാട്. അടുത്ത് നമ്മൾ പൊള്ളാച്ചിക്ക് പോകുന്നു. നമ്മളെ ഇറങ്ങി എത്ര 5:45 ഇറങ്ങി. ഇപ്പൊ 9:15 തമിഴ്നാട് എത്തിയിട്ടുള്ളൂ. തമിഴ്നാട് എത്തിയുള്ളൂ. തമിഴ്നാട് എത്തിയില്ലോ. എത്തിയില്ലാന്ന് പറയില്ലല്ലോ. തമിഴ്നാട് കണ്ടില്ലാന്ന് പറയില്ലല്ലോ. പൊള്ളാച്ചി 22, കോയമ്പത്തൂർ, തിരുപ്പൂര്. അപ്പൊ അങ്ങനെ നമുക്ക് ചോദിച്ച് വേണ്ട, നോക്കി പോവാം. നമ്മൾ ആരോടും ചോദിക്കണ്ട, നമുക്കറിയാലോ. ഞാൻ ഇടക്കിടക്ക് ഇവിടെ വരാറുള്ളതുകൊണ്ട് എനിക്ക് വലിയ പുതുമയൊന്നുമില്ല. ഞാനിവിടെ ഇടക്കിടക്ക് ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഇതിൽ കൂടെ വന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അല്ലല്ല, ഈയിടയില് ഞാൻ ഇവിടെ വാൽപ്പാറ എവിടെ പോയത്, പൊള്ളാച്ചി വഴി മറ്റേ കോയമ്പത്തൂരില് പാലക്കാടിലോ എണ്ണമാറ് ബിരിയാണി കഴിച്ചിട്ട് വീട്ടിൽ വന്നത് രാത്രി. ബിരിയാണി കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആ വഴി കറങ്ങി ഇങ്ങനെ വന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്യാങ് കുറച്ച് മോഡേൺ ആണ്. ഞങ്ങൾ കുറച്ച് പട്ടി ഷോ കുറച്ച് കൂടുതലാണ് ഞങ്ങളുടെ. ഇവിടെ ആകെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാ കിടില റോഡാണ്. കിടില റോഡ് എന്ന് പറയാ, കിടില റോഡ്. ഇതിൽ കൂടെ പോയവർക്കൊക്കെ അറിയാം, ഒരു ഗട്ടർ പോലും ഇല്ല. അത് എങ്ങനെ മനസ്സിലാവണമെന്നറിയോ, നമ്മള് അതിരപ്പള്ളി വഴി മലക്കപ്പാറ കയറൂലേ, അപ്പൊ ബോർഡർ കിടക്കുമ്പോ തന്നെ അറിയാൻ പറ്റും. ഇപ്പുറത്ത് ഗട്ടറും അപ്പുറത്ത് ഇതുപോലത്തെ റോഡും. അത് പോയവർക്ക് അറിയാം. സീന ഇനി അടുത്ത പ്രാവശ്യം പോലെ ഈ സാധനം ഉണ്ടാവൂല കേട്ടോ നമ്മുടെ വണ്ടിയിൽ. ഇതിനെ കളയാൻ പോവാം. ഇതിനെ കളഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ തുടങ്ങാം. നമുക്കെന്നാ വേറെ പോവാം. ഫ്രൈഡേ പോയിട്ട് പള്ളിയിൽ പോയി പറയാം. പിള്ളേരോട് കളിക്കണ്ട. അയ്യോ, ഇപ്പൊ പറഞ്ഞത് മാർക്കോണ്ടാ ചോദിച്ചു. 11 വയസ്സായിട്ടില്ല, അതുകൊണ്ട് കാണാൻ പറ്റില്ല. 18 വയസ്സ്. അപ്പൊ നിങ്ങള് മാർക്കോ ഉണ്ടോ? ഞാൻ കണ്ടു മാർക്കോ.
ബാബുജി കണ്ട് പക്ഷെ ബാബുജി അല്ല നിങ്ങൾക്ക് ആരും കാണാൻ പറ്റില്ല, അച്ഛകൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ബാക്കിയാർക്ക് കാണാൻ പറ്റില്ല. ബാബുജിക്ക് ആയിട്ടില്ല കേട്ടോ, ബാബുജി 15 ദിവസമായിട്ടുള്ളൂ, അത് കാണാൻ പറ്റില്ല. ബാക്കി ജനിച്ചിട്ടില്ല. അപ്പൊ ഞാനെന്താ പൊട്ടി മുളച്ചതാ. ബാബുജി ജനിച്ചിട്ടില്ല, പിന്നെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നു തമാശ. കൈയടിക്കടാ, കൈയടിക്ക. കൈയടിച്ച് 2000 ഇവിടുന്നാണ് കരിക്ക് തന്നെ. ഇവിടെ ഇവിടെയാണ് ഇപ്പൊ കേരള നാടെന്ന് പറഞ്ഞപ്പോ പേര് മാത്രമേ ഉള്ളൂ കേരളത്തിന്, ഒക്കെ തമിഴ്നാട്ടിലാ. വാവയ്ക്ക് എന്ത് പറ്റി വാവേ? വിശക്കുണ്ടോ? ഇപ്പൊ ഫുഡ് കഴിച്ചല്ലേ ഉള്ളൂ, വിശക്കുണ്ടോ നിനക്ക്? ആരെ മിസ് ചെയ്യണ ബാബ? എന്നെയാണോ? ആൾക്കാർ കിൻഡർ ജോയ് മേടിച്ചെടുത്താൽ എനർജി ഉണ്ടാവില്ല. ഇല്ല, കിൻഡർ ഷുഗർ കൂടും. നമുക്ക് കിൻഡർ കാർഡിലെ ജോയിൻ എടുത്ത് പറയാം, ഇനി മെയിലിൽ വേണ്ട. ഞങ്ങൾ പുറകിലിരിക്കുന്ന 4 പേര് വേണമെങ്കിൽ കെട്ടിത്തൂങ്ങാം. നമ്മൾ 4 പേര് വേണമെങ്കിൽ അല്ലടാ. സ്വത്തപ്പാരും ഇവനും ഉണ്ട്, ഇവന് സ്വത്തുണ്ട്. ടേബിളും ഏത് ടേബിള്? ചൂരലോ? സ്വത്ത് നമ്മളെ എന്താ ഉദ്ദേശം? അത് സ്വത്തായിട്ട് നിങ്ങൾക്ക് എഴുതി തന്നില്ല, ഞാൻ എന്റെ കയ്യിൽ വെച്ചിട്ടുണ്ടോ? പുളി വാവേനങ്ങ് പൊക്കി പിടിച്ചാ എടുക്കുക. വേണ്ട, ആയിക്കോട്ടെ. ഓ എന്റെ പൊന്നെ, പുളിമരം കണ്ടപ്പോ നിർത്തിയതാ. നല്ല മനോഹരമായിട്ടുള്ള ഏരിയ, അതായത് ആ റോഡ് സൈഡ് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഞാൻ കാണിച്ചു തരാവേ. അച്ഛൻ പുളി കഴിച്ചാ? എന്തേ വേണ്ടേ? പിന്നെ പുളി കഴിച്ചാൽ പുളിയിലുണ്ടാവുള്ളൂ, പിന്നെ മധുരം ഉണ്ടാവോ? ഒന്ന് കടിച്ചരാ, പൊടി ഒന്ന് കടിച്ചരാ, നോട്ടെ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. എന്താ കടിക്കണത്? അല്ല, അവന് പേടിച്ചിട്ടടി. ബാത്റൂമിലൊരു പൊടി കഴിക്കുന്നുണ്ട് പൊടി. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ മറ്റേ പൊട്ടിച്ച് എറണാകുളത്ത് കിട്ടും, കടയിൽ പോയി കിട്ടും. അതിങ്ങനെ കിട്ടൂല, പച്ചക്ക് കിട്ടുമല്ലോ. പിന്നെ മാത്രല്ല അവിടെ പോയി കാശ് കൊടുക്കണ്ടേ, നല്ല മേടിക്കാമല്ലോ. ഇത് പച്ചക്ക് പൊടിച്ച് കഴിക്കാലോ. അപ്പൊ ഒരു കാഴ്ച കണ്ടപ്പോ നിർത്തിയതാ. അപ്പൊ നമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി ടൗണിലേക്ക് കയറാമാണ്. പൊള്ളാച്ചി ടൗണിൽ മിക്കവാറും വേറെ ഒന്നും കാണാണ്ടാവില്ല, നമ്മൾ വിട്ടുപോകും. എവിടേക്കാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അതെ, ഞങ്ങൾ ചോദിച്ച് പോകും. ഓക്കെ, അപ്പൊ നമ്മൾ പഴനി എത്തി. 65 കിലോമീറ്റർ. അപ്പൊ നമ്മള് കൊടൈക്കനാലിലാണ് പോണേ. തീരുമാനിച്ചാ? അവിടെ എത്തുമ്പോ പറയാം അല്ലേ ബാബേ? അവിടെ അല്ലേ ഇനിയിപ്പോ അടുത്ത് കൊടൈക്കനാലാണ്. എവിടേക്കാ പോണെന്ന് അറിയില്ല. കൊടൈക്കനാലിൽ പോലെ. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ എല്ലാവരെയും ആവശ്യാനുസരണം നമ്മൾ പോവാണ് കൊടൈക്കനാലിൽ. അയ്യോ, ഒരു കേസ് പറഞ്ഞു, എന്റെ പേഴ്സ്